Hello friends, welcome back to my channel Rish's Corner. Hope you are doing well. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെയൊക്കെ ഈ ഒരു ബിസി ലൈഫിൽ നമ്മളെന്നും ഹെൽത്തിയും ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസാണ് ഇന്ന് നോക്കാറുള്ളത്. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. പാലാക് പൂരി ആൻഡ് അതിനൊരു പൊട്ടാറ്റോ മസാല കറിയും കൂടിയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് 2 കെട്ട് പാലാക് ചീരയാണ്. നല്ലപോലെ വാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. 3 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി തൊലി കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഒരു പാത്രത്തിൽ ഒരല്പം വെള്ളം വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് പാലാക് ചീര ഇട്ട് കൊടുക്കുകയാണ്. ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരല്പം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ചീരയുടെ കളർ മാറാതിരിക്കാൻ വേണ്ടിയാണ് ഷുഗർ ഇട്ട് കൊടുക്കുന്നത്. ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ചെറിയ ഫ്ലെയിമിലിട്ട് വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ. ഒരു 5 മിനിറ്റ് മതി. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ലപോലെ തണുത്ത ശേഷം മിക്സി ജാറിലേക്കിട്ട് പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് നമുക്കിത് അരച്ചെടുക്കണം. അപ്പോഴേക്കും നമുക്ക് മാവ് ഒന്ന് റെഡിയാക്കി വെക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് മൈദയാണ്, 1.5 കപ്പ് ഗോതമ്പ് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് 4 സ്പൂൺ റവയാണ് എടുത്തിരിക്കുന്നത്, ചെറിയ റവയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഉണ്ടാവണം. ഇപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പാലക് ചീര നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇതൊരു മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനൊപ്പം തന്നെ പച്ചമുളകും ഇഞ്ചിയും ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂൺ ജീരകം കൂടി ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത ആ ഒരു മിക്സ് മാവിലേക്കിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൂരി മാവ് കുഴയ്ക്കുന്ന ആ ഒരു പാകത്തിന് വേണം മാവ് കുഴച്ചെടുക്കാൻ. വേണമെങ്കിൽ പാലക് ചീര വേവിച്ച വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് മാവ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. മാവ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി ഒരല്പം വെളിച്ചെണ്ണയും കൂടി മാവിലോട്ട് തേച്ച് കൊടുത്ത് അടച്ച് വെച്ച് ഒരു അരമണിക്കൂർ നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ പാലാക് പൂരി ഉണ്ടാക്കാനുള്ള മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൂരി മാത്രമേ ചുട്ടെടുക്കേണ്ടതുള്ളൂ. അപ്പോഴേക്കും ഇതിന് വേണ്ട ഒരു പൊട്ടാറ്റോ മസാല കറിയും കൂടി ഉണ്ടാക്കിയെടുക്കാം. ആദ്യം 1/2 കിലോ പൊട്ടാറ്റോ കുക്കറിൽ 1 വിസിൽ ചെയ്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. തൊലി കളഞ്ഞ് വെച്ചതാണ്. സ്റ്റൗ ഓൺ ചെയ്ത് ഒരു കടായി വെച്ച് കൊടുത്തു. ചൂടായതിനു ശേഷം വെളിച്ചെണ്ണയാണ് ഇട്ടിരിക്കുന്നത്. കടുക് ഇട്ട് കൊടുത്തു. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ജീരകം ഇട്ട് കൊടുത്തു. പിന്നീട് ഉള്ളി ഇട്ട് കൊടുത്തു. ഒരല്പം ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുവാണ്. നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളകും കരിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നല്ല ഫ്രൈ ആയിട്ടുണ്ട്. നന്നായിട്ട് ഉള്ളിയൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 1 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് പോകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്മാഷ് ചെയ്ത പൊട്ടാറ്റോ ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഉരുളൻകിഴങ്ങ് വേവിച്ച് വെച്ചിരുന്ന ഉരുളൻകിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് ചൂടുവെള്ളമാണ്. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരല്പം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയൊരു മധുരത്തിന് വേണ്ടിയാണ്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. 2 തിള തിളച്ചാൽ നമ്മുടെ പൊട്ടാറ്റോ മസാലക്കറി റെഡിയാണ്. മല്ലി ഇലയിട്ട് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. പച്ച വെളിച്ചെണ്ണയും കൂടി 2 സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ മസാലക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ പൂരി ഉണ്ടാക്കിയെടുക്കാം. പൂരിക്ക് പരത്തുന്ന സമയത്ത് ഒട്ടും പൊടി ഇടാൻ പാടില്ല. പൊടി ഇട്ട് കഴിഞ്ഞാൽ ആ പൂരിയുടെ കളർ മാറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പൂരി പരത്തിയെടുക്കുന്ന സമയത്ത് പലകയിൽ ഒരല്പം എണ്ണ തേച്ചതിന് ശേഷം നമ്മൾ പരത്തി കഴിഞ്ഞെങ്കിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല, നല്ലപോലെ പരത്താൻ കഴിയും. ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ പരത്തിയെടുത്ത് നമുക്ക് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പാലാക് പൂരി. അതിൻ്റെ കളർ ഒട്ടും തന്നെ മാറിയിട്ടില്ല. പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുത്താൽ കളർ മാറാതെ തന്നെ നമുക്ക് പൂരി ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള പാലാക് പൂരിയും പൊട്ടാറ്റോ മസാലക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ, സ്റ്റേ സേഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്.